എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേക്കാണിത്. നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള മിക്സഡ് ഫ്രൂട്ട് കേക്കാണ്. നല്ല ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കേക്കാണിത്. സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു കേക്ക്. അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ ഫ്രൂട്ട്സും അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സോ ബട്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് 1 മണിക്കൂറും കൊണ്ട് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതേപോലത്തെ ഈസി ആയിട്ടുള്ളൊരു കേക്കാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. കേക്കിൻ്റെ ബാറ്ററൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിടണം. 20 മിനിറ്റെങ്കിലും പ്രീ ഹീറ്റ് ചെയ്യണം. ഇതിന് വേണ്ടി ബട്ടർ 200 ഗ്രാം ബട്ടറാണ്. ബട്ടർ നമ്മളൊന്ന് റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒത്തിരി മെൽറ്റ് ആവരുത്. ആ ബട്ടർ അത് ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ തണുപ്പ് മാറി കിട്ടും. പിന്നെ പഞ്ചസാര വേണ്ടത് 200 ഗ്രാമാണ്. പഞ്ചസാര പൊടിച്ച അളവാണ് 200 ഗ്രാം. ആദ്യം നമുക്ക് ബട്ടർ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർക്കാം. പഞ്ചസാര ഇട്ട ശേഷം ആദ്യം ചെറിയ സ്പീഡിൽ തുടങ്ങണം. 1 തുടങ്ങിയിട്ട് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഹൈ സ്പീഡിലേക്ക് എല്ലാം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ആ സ്പാറ്റിലയും കൊണ്ട് സൈഡിലുള്ളതെല്ലാം ഒന്ന് തൂത്ത് നടുക്കോട്ടാക്കി ഇടണം, ബട്ടറും പഞ്ചസാരയും. ഇനി നമുക്ക് ഈ സമയത്ത് മൈദയും ബേക്കിംഗ് പൗഡറെല്ലാം അരിച്ച് വയ്ക്കാം. മൈദ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ 3/4 ടീസ്പൂൺ. അപ്പോൾ മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ നല്ലതുപോലെ അരിച്ച് 3 പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കണം. പിന്നീട് മുട്ടയാണ്. 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബട്ടറും പഞ്ചസാരയും ഇപ്പോൾ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് അപ്പോൾ ഇടയ്ക്കൊന്ന് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ആ സൈഡിൽ നിന്നെല്ലാം തൂത്ത് നടുക്കോട്ടാക്കി ഇടണം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ട് മിക്സഡ് ഫ്രൂട്ടാണ്. നട്ട്സ് 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി 50 ഗ്രാം. ചെറിയ അരിഞ്ഞതാണ് 50 ഗ്രാം. അപ്പോൾ ഇത് ഏതെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം. അതേപോലെ വേറെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഇറങ്ങണമെങ്കിൽ അതും ചേർക്കാം. പിന്നീട് വേണ്ടത് വനില എസൻസ് ആണ്. 2 ടീസ്പൂൺ വനില എസൻസ് വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ മിക്സഡ് ഫ്രൂട്ട് എല്ലാം കുറച്ച് പൊടിയിലേക്ക്, അപ്പോൾ നമ്മൾ അരിച്ചു വെച്ച മൈദയിൽ നിന്ന് കുറച്ച് മൈദ എടുത്തിട്ട് ഈ മിക്സഡ് ഫ്രൂട്ട് എല്ലാം ആ മൈദയിൽ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് വെക്കണം. അത് കോട്ട് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് താഴത്തോട്ട് നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ അവസാനം കേക്കിൻ്റെ അടിയിലോട്ട് ഇത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം നമുക്ക്. ബട്ടറും പഞ്ചസാരയും നല്ലതുപോലെ ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ടുണ്ട്.
ഡബിൾ സൈസായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് മുട്ട ചേർക്കാം. ഓരോ മുട്ട വീതം ചേർത്ത് മുട്ടയുടെ കൂടെ 1 ടീസ്പൂൺ മൈദയും കൂടി ചേർത്ത് അതോടൊപ്പം തന്നെ കുറച്ച് വനില എസൻസ് ചേർത്ത് മുട്ടയൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കണം. അതേപോലെ തന്നെ 4 മുട്ടയും അതേപോലെ തന്നെ അടിക്കുക. അപ്പോൾ ഓരോ മുട്ടയുടെ കൂടെയും 1 സ്പൂൺ മൈദയും കുറച്ച് വനില എസൻസ് ഇടണം. മൈദ ഇടുന്നത് അത് ഒത്തിരി മുട്ട അല്ലെങ്കിൽ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ ഇടുന്നത്. അപ്പോൾ ഒത്തിരി ഹൈ സ്പീഡിലിട്ട് അടിക്കുകയും വേണ്ട കേട്ടോ മുട്ട ഇട്ട് കഴിഞ്ഞിട്ട്. ഇപ്പോൾ എല്ലാ മുട്ടയും ഞാൻ അതിൽ ചേർത്തു. നമുക്ക് പൊടിയും അതേപോലെ മിക്സ്ഡ് ഫ്രൂട്ടും ചേർക്കാം. അപ്പോൾ കുറച്ച് വീതം ഓരോരോ സ്പൂൺ വീതം മൈദ ചേർത്ത് മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ കുറച്ച് വീതം ആ മിക്സ്ഡ് ഫ്രൂട്ടും ഇടണം. അങ്ങനെ മൈദയും ഫ്രൂട്ട്സും മാറി മാറിയിട്ട് നമുക്കത് മുഴുവനും യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്തു. അപ്പോൾ ബാക്കിയുള്ള മൈദയും ചേർത്ത് കഴിഞ്ഞു. ഞാനൊരു 8.5 ഇഞ്ചിൻ്റെ പാത്രത്തിലാണ് പേപ്പർ കട്ട് ചെയ്ത് ബട്ടറൊക്കെ തേച്ച് വെച്ചിട്ടുള്ളത്. അതിലാണ് ഞാൻ ബേക്ക് ചെയ്യണത്. എൻ്റെ ബാറ്റർ ഇട്ടിട്ട് മുകൾ വശം ഒന്ന് നല്ലൊരു ലെവലാക്കി വെക്കണം. കുറച്ച് നട്ട്സ് ഞാനിവിടെ നടുവേ ഇങ്ങനെ പിളർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിന്ന് ഓരോ പീസ് എടുത്ത് നമുക്ക് ആ കേക്കിൻ്റെ ബാറ്ററിൻ്റെ മുകളിലായിട്ട് കുറച്ച് വയ്ക്കാം. അങ്ങനെ നട്ട്സൊക്കെ അവിടെ ഇവിടെയായിട്ട് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടും തട്ടിക്കൊടുക്കും. ചില ഓവനിലേക്ക് മുകളിൽ നിന്നുള്ള ചൂട് നല്ലതുപോലെ വന്നിട്ട് പെട്ടെന്ന് മുകൾ വശം കേക്കിൻ്റെ മുകൾ വശം കറുത്തു പോകും. അപ്പോൾ അങ്ങനെയുള്ള ഓവനിൽ കേക്ക് വേക്കിൻ്റെ പാത്രം വെക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ ആ കേക്കിൻ്റെ പാത്രത്തിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ഈ കേക്ക് ഒരു 30 മുതൽ 35-40 മിനിറ്റൊക്കെ ബേക്ക് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഉള്ള കേക്കൊക്കെ ആണെങ്കിൽ ഈ 20 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. തുറന്ന് നോക്കിയിട്ട് ആ ചെറിയൊരു മുകൾ വശം ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ പേപ്പർ അന്നേരം വെച്ചാലും മതി. ഇപ്പോൾ ആദ്യം വെച്ചില്ലെങ്കിൽ ആ സമയമാകുമ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ ഓവൻ തുറന്നിട്ട് പേപ്പർ വയ്ക്കുക. പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈം പിന്നെ അതേപോലെ കവർ ചെയ്തിട്ട് ബേക്ക് ചെയ്താൽ മതി. അപ്പോൾ മുകൾ വശം ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകുകയില്ല, കറക്റ്റായിട്ട് ബേക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിതിപ്പോൾ കംപ്ലീറ്റ്ലി ആദ്യം മുതൽ അവസാനം വരെ ആ പേപ്പർ കവർ ചെയ്തിട്ടാണ്
ബേക്ക് ചെയ്തത്. ഒരു 30 മുതൽ 40 മിനിറ്റൊക്കെ ബേക്ക് ചെയ്താൽ മതി. 30 മിനിറ്റ് കഴിയുമ്പോൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുക. എന്നിട്ട് അതിനകത്ത് ടൂത്ത് പിക്കിലൊന്നും പറ്റി പിടിക്കുന്നില്ല, കറക്റ്റായി എന്നാണ് അർത്ഥം. ഞാൻ കേക്ക് പാകത്തിൽ തന്നെ ഇരുന്നിട്ട് നല്ലതുപോലെ തണുക്കട്ടെ. അതിനുശേഷം നമുക്കിത് കമത്തിയിടാം. അപ്പോൾ കേക്ക് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഞാനിത് കമത്തിയിടുവാണ്. അപ്പോൾ ബട്ടർ പേപ്പർ സൈഡിലും മുകളിലൊക്കെ വെച്ച് ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മിക്സഡ് ഫ്രൂട്ട് കേക്കാണ് റെഡി ആയിട്ടുള്ളത്.